ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ബർത്ത്ഡേ വിഷ് എന്റേതാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത വർഷത്തെ പിറന്നാൾ ദിവസം വരെ സാർ ഇത് ഓർത്തിരിക്കും, എനിക്കതിൽ ഉറപ്പുണ്ട്. താൻ എന്നെ ഞെട്ടിച്ചളഞ്ഞോ? ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ കരുതിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല. ഡയമണ്ട് വേണോ, ഗോൾഡ് വേണോ, പ്ലാറ്റിനം വേണോ, അങ്ങനെ ഏത് വാങ്ങണോന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഏയ് എടോ, ഇതിനപ്പുറം എന്ത് ഗിഫ്റ്റ് താൻ തന്നാലും അത് കുറഞ്ഞു പോവുകയുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് താനല്ലേ. ഗിഫ്റ്റ് ബൈ ഗോഡ്. നമുക്കൊരു സെൽഫി എടുത്താലോ? സാറിന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തില് ആരുടെ പേരാ സാർ എഴുതിയിരിക്കുന്നേ? അനു എന്ന് എഴുതിയിരിക്കുന്നേ. അനു? അതാരാ? അത് അനസൂയ. അനസൂയ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മോളുടെ കാര്യം. ഐശ്വര്യ, എന്തു പറ്റി? താൻ എന്തിനാ പെട്ടെന്ന് ഡെസ്പായത്? താൻ കാര്യം പറയടോ. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെയാ സാർ ഞാനും. സ്നേഹിക്കുന്ന ആളോട് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ എനിക്കുണ്ട്. അതാണോ കാര്യം? താനേ മൂഡ് ഓഫ് ആണ്ട. ഇപ്പൊ തന്നെ നമുക്കതിന് പരിഹാരം കാണാം. താൻ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. ആരും. ഹാപ്പി? ആ, അപ്പോ നമുക്ക് ഈ കേക്ക് കിട്ടിയാ? ബാ. അനസൂയ.